അവസാനം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തീരുവ പ്രശ്നത്തിൽ മഞ്ഞുരുക്കാൻ തുടങ്ങി. കാർഷിക ഉൽപ്പന്നങ്ങൾ, ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, പഴം, മാങ്ങ, അതേമാതിരി കാപ്പിപ്പൊടി, കാപ്പി, ചായ, ഏലം, ഇങ്ങനെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കി എന്നാണ് പറയപ്പെടുന്നത്. അതെന്തായാലും വളരെ നന്നായി. ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കഴിഞ്ഞ മാസത്തേക്കാൾ ഇക്കുറി ഒക്ടോബറോട് കൂടി കൂടാൻ തുടങ്ങി. ഇതിനെല്ലാം കാരണം എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 50% ടാക്സ് ഉണ്ടായിരുന്നത് കൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊന്നും വാങ്ങാൻ പൈസ കൂടും. അതുകൊണ്ട് ജനരോഷങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. അപ്പം ജനരോഷങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് അമേരിക്ക കാർഷിക ഉൽപ്പന്നങ്ങളുടെ ടാക്സ് കുറച്ചത്. പിന്നെ മരുന്ന്, മറ്റു സാധനങ്ങളിലും ടാക്സ് 0 ആയിട്ട് തന്നെയായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ 50% നിന്നുള്ള ഏകദേശം എല്ലാം 17% എത്തി. ഇതിൽ വേറെയും പല കാര്യങ്ങളുണ്ട്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തണം എന്നുള്ളതായിരുന്നു അമേരിക്കേൻ്റെ ഭീഷണി. എന്നാൽ ആ ഭീഷണിക്കൊന്നും ഇന്ത്യ വഴങ്ങിയിട്ടുമില്ല. ഇപ്പോഴും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. 80% ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. ഇന്ത്യ LPG ഗ്യാസ് 10% അമേരിക്കയിൽ നിന്ന് വാങ്ങാം എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതും തീരുവ കുറച്ചതിൽ ഒരു കാരണമാണ്. നമ്മൾ കൂടുതൽ ഗ്യാസ് വാങ്ങിയിരുന്നത് സൗദി, ഖത്തർ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിയിരുന്നു. കൂടുതൽ വാങ്ങിയിരുന്നത് സൗദിയിൽ നിന്നാണ്. അത് സ്പോട്ട് റേറ്റായിരുന്നു. അന്നത്തെ മാർക്കറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിയിരുന്നത്, പൈസ കൊടുത്ത് വാങ്ങിയിരുന്നത്. എന്നാൽ അമേരിക്കയുടെ എഗ്രിമെൻ്റ് പ്രകാരം ഒരു വർഷത്തിനുള്ള എഗ്രിമെൻ്റാണ് വെച്ചിട്ടുള്ളത്. ഒരേ റേറ്റിൽ കിട്ടും. പിന്നെ മാർക്കറ്റ് റേറ്റിൽ കുറച്ചിട്ടാണ് ഒരു വർഷത്തിന് കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റ് വന്നത്. അതോടുകൂടി ഈ LPG ഗ്യാസ് വില കുറഞ്ഞ് നമുക്ക് കിട്ടും. അതും ഇന്ത്യക്ക് ലാഭം തന്നെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സോയാബീൻ വാങ്ങിയിരുന്നത്, അമേരിക്കയിൽ നിന്ന് സോയാബീൻ വാങ്ങിയിരുന്നത് ചൈനയാണ്. ചൈന സോയാബീൻ വാങ്ങൽ നിർത്തി. അവർ ബ്രസീലിൽ നിന്ന് വാങ്ങാൻ തുടങ്ങി. അപ്പോൾ അമേരിക്കൻ കാർഷിക മേഖലയിൽ 7 സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് സോയാബീനാണ്. അമേരിക്കയ്ക്ക് നിർബന്ധമായും സോയാബീൻ കയറ്റുകളിൽ നിർബന്ധമായിരുന്നു. അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യത ഉണ്ടായിരുന്നു, തുടങ്ങിയിരുന്നു. അപ്പോൾ അമേരിക്ക ആ ഒരു കാരണത്താലും സോയാബീൻ കയറ്റുമതിക്ക് ഇടം വേണം. അപ്പോൾ 145 കോടി ജനങ്ങളുള്ള ഇന്ത്യക്കാർക്ക് സോയാബീൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലേക്കും സോയാബീൻ കയറ്റാനുള്ള അനുമതി കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ മഞ്ഞുരുക്കം കഴിഞ്ഞു. ഇനി നമ്മൾ പഴയ മാതിരി മുന്നോട്ട് പോകാനാണ് സാധ്യത. ഓക്കെ.